لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي إنا لله وإنا إليه راجعون إنا لله وإنا إليه راجعون إنا لله وإنا إليه راجعون ولا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر لها وارحمها مرحوما صبورا نور الله مرقدها واعف عنها وعافها وأكرم نزلها ووسع مدخلها واغسلها بالماء والثلج والبرد ونقيها من خطايا كما نقيت الثوب الأبيض من الدنس وأبدلها دارا خيرا من دارها وأهلا خيرا من أهلها وزوجا خيرا من زوجها وأدخلها الجنة وأعذها من عذاب القبر أو من عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. حينا ربنا بالسلام وأدخلنا دار السلام. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അഹ്ബാബിൽ മുസ്തഫയിലെ മെമ്പറായിരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പൊന്നുമ്മ മർഹൂമ സ്വബൂറ ഉമ്മ, ആ ഉമ്മയുടെ ഒന്നാമത്തെ ആണ്ടിൻ്റെ മജ്‌ലിസിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിൽ നമ്മളെല്ലാവരും പരിശുദ്ധ മക്കയിൽ മനസ്സുകൊണ്ടൊരുമിച്ചതുപോലെ അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് ഇന്ന് ചെയ്ത ഉംറ അതാ പൊന്നുമ്മയുടെ മേൽ ഇതിൻ്റെ സ്വവാബിനെ ഞാൻ ഹദിയ ചെയ്തുകൊണ്ട് ഞാൻ ദുആ ചെയ്യുകയാണ്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഷഅബാൻ 6 നമ്മുടെ പ്രിയപ്പെട്ട വന്യമാതാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉംറയുടെ ബറക്കത്ത് കൊണ്ടും പരിശുദ്ധ കഅബയുടെ ബറക്കത്ത് കൊണ്ടും ഇവിടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളുടെ ബറക്കത്ത് കൊണ്ടും അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സംഗമം നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അതോടൊപ്പം അഹ്ബാബീങ്ങൾ ഓതി വച്ചിട്ടുള്ള ആയിരക്കണക്കിന് ഖത്മുൽ ഖുർആനും ലക്ഷക്കണക്കിന് ഫാത്തിഹയും ഇഖ്ലാസും ദിക്റുകളും കോടിക്കണക്കിന് ദിക്റുകളും അതിനു പുറമെ ഈ വിനീതൻ
ത്വവാഫ് ചെയ്യുമ്പോഴും സഈ ചെയ്യുമ്പോഴും ചൊല്ലിവെച്ച 70,000 ദിക്റും കൂടി ഞാൻ പ്രിയപ്പെട്ട സബൂറ ഉമ്മയിലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ദുആ ചെയ്യുകയാണ്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ 7 തവണ പരിശുദ്ധ കഅബാലയം ചുറ്റി ഒരു തവാഫ് ചെയ്തു. ഞങ്ങൾ 7 തവണ സഫാ മർവയിലൂടെ നടന്നു. ഞങ്ങൾ സഈ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓതിയ സൂറത്തുൽ യാസീനും അതുപോലെ ഇനി ഓതാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ആ ഉമ്മയുടെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. ആരൊക്കെയാണോ ഓതിയിട്ടുള്ളത് അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. പ്രിയപ്പെട്ട കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പരിശുദ്ധ ഹറമിൽ വെച്ച് നടക്കുന്ന മജ്‌ലിസ് തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ഓൺലൈനിലല്ലേ എന്ന് കരുതി നാം അശ്രദ്ധ കാണിക്കരുത്. കഴിവിൻ്റെ പരമാവധി ശ്രദ്ധ തെറ്റാതെ ഒരാളാണ് കേൾക്കുന്നതെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ വളരെ മനോഹരമായിരിക്കും. തുടക്കം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. ഇനി കൂട്ടത്തോടെയാണെങ്കിൽ ആരും സംസാരിക്കാതെ ശബ്ദങ്ങളില്ലാതെ നമ്മുടെ കുറഞ്ഞ സമയം ആ ഉമ്മയ്ക്ക് വേണ്ടി മാത്രമായി സമയം ചെലവഴിച്ചാൽ എത്ര മനോഹരമായിരിക്കും. അതോടൊപ്പം ഞാൻ പറയുന്നു, നമ്മൾ കാരണം നമ്മുടെ കുടുംബത്തിലുള്ളവർക്കെല്ലാം ഈ ഒരു മജ്‌ലിസിൻ്റെ ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഈ മജ്‌ലിസ് എത്തിച്ചു കഴിഞ്ഞാൽ അവരും കേൾക്കുകയും അവരും യാസീൻ ഓതുകയും അതുപോലെ ദിക്റ് ചൊല്ലുകയും ഇഖ്ലാസ് ഓതുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഉമ്മയ്ക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്, എങ്ങനെയാണ്? നമ്മളൊന്ന് ഷെയർ ചെയ്തു കൊടുത്ത കാരണം കൊണ്ടാണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, മജ്‌ലിസ് തുടങ്ങിയിട്ടില്ല ട്ടോ. ഈ കേൾക്കുന്ന സമയം നിങ്ങൾ എന്തെങ്കിലും തിരക്കിലാണോ? ഇപ്പോൾ നിർത്തിവെക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് അപ്പോൾ നിങ്ങൾ കേട്ടാൽ മതി. നിങ്ങൾ ഒഴിവുള്ളപ്പോൾ കേൾക്കുക, കേൾക്കാൻ വേണ്ടിയിരിക്കുക. കുറഞ്ഞ സമയങ്ങൾ മാത്രമേ ഈ മജ്‌ലിസ് ഉണ്ടാവുകയുള്ളൂ. അരമണിക്കൂറോ 3/4 മണിക്കൂറോ മാത്രം. 1 മണിക്കൂർ ഇതിനു വേണ്ടി നിങ്ങൾ മാറ്റിവെക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ കഅബയുടെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ മക്കയുടെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ ഹറമിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഉമ്മുൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മുഅല്ലയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസിലേക്ക് കടക്കുകയാണ്. വളരെ ആദരവോടുകൂടി നമ്മൾ ചെയ്യുക. അതോടൊപ്പം ഞാൻ പറയുന്നു, ഇൻഷാ അല്ലാഹ് ഉമ്മയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഈ ശഅബാൻ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ആ ഉമ്മയ്ക്ക് വേണ്ടി പറ്റുന്ന അത്ര ഫാത്തിഹയും പറ്റുന്നത്ര യാസീനും മുൽക്കും ദിക്റുകളുമൊക്കെ നിങ്ങൾ ചൊല്ലി ഹദിയ ചെയ്യാൻ ശ്രമിക്കണം. ഇത് ഞാൻ കുടുംബങ്ങളോടാണ് പറയുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇലാ ഹളറത്തി നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرة أم المؤمنين خديجة الكبرى رضي الله عنها. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون
وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء نحصيناه في إمام مبين واضرب لكم مثلا أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم وأن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أحد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين
وأن اعبدوني هذا صراط مستقيم. ولقد ضل منكم جبلا كثيرا أفلم تكونوا تعقلون. هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ومن نعمره ننكسه في الخلق أفلا يعقلون. وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين. أولم يروا أنا خلقنا لكم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون. واتخذوا من دون الله آلهة لعلهم ينصرون. لا يستطيعون نصرهم وهم لهم جند محضرون. فلا يحزنك قولهم إنا نعلم ما يصرون وما يعلنون. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. إنما أمره إذا أراد شيئا أن يقول له كن فيكون. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. صدق الله العظيم. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സൂറത്തുൽ യാസീനും സൂറത്തുൽ ഇഖ്ലാസും ദിക്റുകളുമെല്ലാം അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. ദുആ ചെയ്യുമ്പോൾ ഇരു കരങ്ങളും നീട്ടി മനസ്സ് അള്ളാഹുവിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ആമീൻ പറയാൻ ശ്രമിക്കണം. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നീട്ടുന്ന കരങ്ങൾ തീർച്ചയായിട്ടും അള്ളാഹുവിലേക്കാണ്. ആരാണ് അള്ളാഹു? ആരുടെ അള്ളാഹു? ഹബീബായ മുത്തുനബി തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ച അള്ളാഹു, ഹബീബായ മുത്തുനബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അള്ളാഹു. നമ്മൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. നമ്മൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം പ്രണയിക്കുന്നു. എന്നാൽ ഹബീബായ മുത്തുനബി തങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ആ അള്ളാഹുവിലേക്കാണ് നമ്മൾ ഇരു കരങ്ങളും നീട്ടുന്നത്. ഈ നീട്ടുന്ന കരങ്ങൾ അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെടുന്നു. നമ്മൾ പാപികളാണ്, ദോഷികളാണ്. എന്നാൽ അള്ളാഹു ഗഫൂറുർ റഹീമാണ്, കാരുണ്യക്കടലാണ്. നമ്മളെ പോറ്റി പരിപാലിക്കുന്ന അല്ലാമുൽ ഗുയൂബായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുന്നുണ്ട്, നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. ആ റബ്ബിൻ്റെ മുമ്പിൽ കൈ നീട്ടിക്കൊണ്ട് ഒരടിമയെപ്പോലെ ഉടമയോട് ചോദിക്കുമ്പോൾ ആ അള്ളാഹുവിന് എത്രമാത്രം നമ്മളോട് സ്നേഹമുണ്ടാകും. അതുകൊണ്ട് നമുക്ക് നീട്ടാം ഇരു കരങ്ങൾ. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരൊക്കെയാണോ ആമീൻ പറയുന്നത് അവരുടെ നീറുന്ന വേദനിക്കുന്ന പ്രയാസങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് കൊണ്ട് മാറണം. ആമീൻ പറയുമ്പോൾ മനസ്സിൽ കരുതുക, എന്തൊക്കെയാണോ മനസ്സിൽ കരുതുന്നത് അത് ഞാൻ ഈ പരിശുദ്ധ ഹറമിൽ വെച്ച് ഞാൻ പ്രത്യേകം ദുആ ചെയ്യും. ആരൊക്കെയാണോ ആമീൻ പറയുന്നത് അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു അത് കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യും. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين. റഹ്മാനും റഹീമുമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ഈ മജ്ലിസു നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഈ മജ്ലിസും ഞങ്ങൾ ഓതിയ യാസീനും ഞങ്ങൾ ഓതിയ ഇഖ്ലാസും ഞങ്ങൾ ഓതിയ ദിക്റുകളുമെല്ലാം ഹബീബുൽ വറാ
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ എത്തിക്കണേ അല്ലാ. ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ഹദിയ ചെയ്യാൻ പോകുന്നതെന്ന് അറിയുമല്ലോ യാ റസൂലല്ലാ. അവരുടെ കുടുംബങ്ങളെല്ലാവരും പരിശുദ്ധ കഅബയിലേക്ക് ഖൽബിനെ തിരിച്ചുകൊണ്ട് ഇരുകരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നീട്ടിക്കൊണ്ട് ഞങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു യാ റസൂലല്ലാ, ഞങ്ങളുടെ ഈ സംഗമം സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന റജബും ശഅബാനും റമളാനുമെല്ലാം അനുകൂലമാക്കണേ റഹ്മാനെ, പ്രതികൂലമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, എല്ലാ കുടുംബങ്ങളും ഒരേ സ്വരത്തിൽ ആമീൻ എന്ന വാചകം ഉച്ചരിക്കുമ്പോൾ അവരുടെ എല്ലാം മനസ്സിലുള്ള നീറുന്ന വേദനിക്കുന്ന പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, മുറാദുകളുണ്ട്, നീ ശിഫയാക്കുകയും നീ സ്വീകരിക്കുകയും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, എന്തൊക്കെയാണോ മനസ്സിൽ കരുതിയത് ഈ ദുആഇൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയുടെ ബറക്കത്ത് കൊണ്ട്, ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട്, ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവരുടെയും കടങ്ങൾ നീ വീട്ടണേ അല്ലാ, രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധ റമളാനാണ് ഞങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഖുർആനോദാത്ത ഒരു ദിവസം പോലും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഖുർആൻ എന്താണ്? അല്ലാഹുവിൻ്റെ കലാമാണ്, അല്ലാഹുവിൻ്റെ സംസാരമാണ്, അല്ലാഹുവിനുമായിട്ടുള്ള മുനാജാത്താണ്. പരിശുദ്ധ റമളാൻ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ച ദിവസമാണ്, മുത്തുനബി തങ്ങളെ മാസമാണ്. ശഅബാൻ, റമളാൻ ഉമ്മത്തീങ്ങളാണ്. എന്നാൽ റജബുൻ ഷഹറുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസമായ റജബ്, മുത്തുനബി തങ്ങളുടെ മാസമായ ശഅബാന്, ഉമ്മത്തീങ്ങളെ മാസമായ റമളാൻ, ഈ 3 മാസവും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. ഖുർആനോദാൻ, നോമ്പ് നോൽക്കാൻ, ദാനധർമ്മങ്ങൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈ കൂട്ടായ്മയിലൂടെ ദൈനംദിനം സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്, ദൈനംദിനം സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. ഓരോ ദിവസവും ചൊല്ലുന്ന സ്വലാത്തുകൾ അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടല്ലാതെ കിടന്നുറങ്ങാത്തവരാണ്. എല്ലാ ദിവസവും അവർ സ്വലാത്ത് ചൊല്ലുന്നു, അത് കൃത്യമായി കണക്ക് കൂട്ടുന്നു. എല്ലാ ദിവസവും ഞാൻ ചൊല്ലുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. മാസം അവസാനമായാൽ ഏതെങ്കിലും ദിവസം ഞാൻ സ്വലാത്ത് ചൊല്ലാതെ പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് കുറഞ്ഞുപോയ സ്ഥലങ്ങളിലെല്ലാം കൂടുതൽ ചെല്ലാൻ ശ്രമിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് സ്വലാത്ത് ചൊല്ലുന്നത്. കുറയാതിരിക്കാൻ കൃത്യമായി കണക്ക് വെക്കുന്നു. ഹബീബായ മുത്തുനബി തങ്ങളുടെ മേൽ കേവലം 100 സ്വലാത്ത് പോരാ, 300 സ്വലാത്ത് പോരാ, 500 സ്വലാത്തെങ്കിലും കുറഞ്ഞത് ചെല്ലണമെന്ന് സ്വശരീരത്തോട് പറഞ്ഞുകൊണ്ട് കൃത്യമായി എഴുതി വെക്കുന്നവരാണ് ഈ കൂട്ടായ്മയിലുള്ളവർ. അതാണ് ഈ കൂട്ടായ്മ. അല്ലാഹുവേ, ഇങ്ങനെയെല്ലാം ചൊല്ലാൻ വേണ്ടി പ്രേരണ കൊടുക്കുന്ന, ഇങ്ങനെയെല്ലാം ചൊല്ലാൻ വേണ്ടി ഉപദേശിക്കുന്ന അഡ്മിന്മാരുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ബറക്കത്ത് നീ നൽകണേ അല്ലാ, റാഹത്ത് നീ നൽകണേ അല്ലാ. മുത്തുനബി തങ്ങളുടെ ശഫാഅത്ത് നീ നൽകണേ അല്ലാ. ഹബീബായ മുത്തുനബി തങ്ങളുടെ ഖാദിമീങ്ങളും ഖാദിമാത്തുകളുമാക്കണേ അല്ലാ.
ഉമ്മുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയോടൊപ്പം സഹവസിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മദീനയിലെത്തിക്കണേ അല്ലാ, മക്കയിലെത്തിക്കണേ അല്ലാ. ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യാൻ അവർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഇങ്ങനെയെല്ലാം അഡ്മിന്മാരെ വാർത്തെടുത്തിട്ടുള്ള ക്യാപ്റ്റന്മാരടക്കം ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന എല്ലാ ലീഡേഴ്സിനും നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ്സു നീ നൽകണേ അല്ലാ. അവർ കാരണം എത്ര ആളുകളാണ് കൃത്യമായി സ്വലാത്തു ചൊല്ലുന്നു, അത് എഴുതി വെക്കുന്നു. ഓരോ മാസങ്ങൾ കൂടുന്തോറും സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നു. ദേഹേച്ഛയിൽ നിന്നും റബ്ബേ സുരക്ഷിതമായി അവർ സ്ഫുടമായി സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുവേ, നീ അവർക്ക് നീ ഖൈറ് നൽകണം റഹ്മാനെ. ബറക്കത്ത് നീ നൽകണേ അല്ലാ, റാഹത്ത് നീ നൽകണേ അല്ലാ, സന്തോഷം നീ നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാ. പ്രതിമാസം കോടിക്കണക്കിന് സ്വലാത്തുകളാണ് പരിശുദ്ധ മദീനയിൽ ഈ രൂപത്തിൽ കൃത്യമായി ഒഴുകുന്നത്. നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ്സു നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളാക്കി ഞങ്ങളെ മാതാപിതാക്കൾ പലരും ഇന്ന് ഖബറിലാണ് റഹ്മാനെ. അവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ റാഹത്തും സന്തോഷവും നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തന്ന, അലിഫ് പഠിപ്പിച്ചു തന്ന, ഇൽമു പഠിപ്പിച്ചു തന്ന, ഖുർആൻ പഠിപ്പിച്ചു തന്ന, ഇൽമുകൾ പഠിപ്പിച്ചു തന്ന ഞങ്ങളെ ഉസ്താദന്മാർ, ആലിമീങ്ങൾ, സാദാത്യങ്ങൾക്കെല്ലാം നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. ദീർഘായുസ്സും ആഫിയത്തും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഖ്ബൂലും മർളിയുമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവസാനം ഞങ്ങളുടെ ഹുസ്നുൽ ഖാത്തിമ അത് മദീനയിലോ മക്കയിലോ ആക്കണം റഹ്മാനെ. ജന്നത്തുൽ ബഖീഅയിലോ ജന്നത്തുൽ മുഅല്ലയിലോ ഞങ്ങൾക്കൊരിടം നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ അല്ലാ, വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ അല്ലാ. അല്ലാഹുവേ, ദാമ്പത്തിക ജീവിതം നയിക്കുന്നവരുണ്ട്, അവരുടെ ദാമ്പത്തിക ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. പരസ്പരം അവരെ നീ ഇണക്കമുള്ളവരാക്കണേ അല്ലാ. പിണക്കങ്ങളിൽ നിന്നും നീ മാറ്റി നിർത്തണേ അല്ലാ. ഭർത്താവിനെ കൊണ്ട് വിഷമിക്കുന്ന എത്രയോ പേരുണ്ട്. അല്ലാഹുവേ, മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ മനസ്സ് നൂറാക്കണേ അല്ലാ, ഇബാദത്താക്കണേ അല്ലാ, സൽക്കർമ്മമാക്കണേ അല്ലാ. ജോലിയിൽ ബറക്കത്ത് നീ നൽകണേ അല്ലാ, സമ്പത്തിൽ ബറക്കത്ത് നീ നൽകണേ അല്ലാ, ജീവിതത്തിൽ ബറക്കത്ത് നീ നൽകണേ അല്ലാ, സന്താനങ്ങളിൽ ബറക്കത്ത് നീ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ അല്ലാ, വീടിൻ്റെ പണികൾ നീ പൂർത്തിയാക്കണേ അല്ലാ. ദാമ്പത്തിക ജീവിതം നയിക്കുന്നവർക്ക് സന്തോഷം നൽകണേ അല്ലാ. അനുയോജ്യമായ ഇണതുണകളെ നീ നൽകണേ അല്ലാ. ഇണതുണകളെ കണ്ടെത്തിയവർക്ക് ഖൈറായ ജീവിതത്തിലേക്കുള്ള വഴികൾ നീ തുറന്നു നൽകണേ അല്ലാ. സ്വാലിഹായ സന്താനങ്ങളെ നീ നൽകണം റഹ്മാനെ. ഭാര്യമാരെ നീ നല്ല വനിതകളാക്കണേ അല്ലാ. അവരുടെ ഇൽമിലും അവർ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുനോട്ടമുള്ള ഇൽമു നൽകണേ അല്ലാ. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കാൻ ഈ മജ്ലിസ് നീ കാരണമാക്കണേ അല്ലാ, നീ കാരണമാക്കണേ അല്ലാ. ഞങ്ങൾ കാരണമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നീ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അവരോധി വെച്ച ഖുർആനുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സഹോദരന്മാരിൽ നീ ബറക്കത്ത് നീ നൽകണേ അല്ലാ. സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, സഹോദരന്മാരുടെ ഭാര്യമാർ, അവർക്കെല്ലാം നീ ബറക്കത്ത് നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഖൈറും ബറക്കത്തും നീ നൽകണേ അല്ലാ.
മാറാവാതി രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, സിഹറുകൾക്ക് അടിമപ്പെട്ടു പോയവരുണ്ട്, ക്യാൻസറിന് അടിമപ്പെട്ടവർ, ട്യൂമറിന് അടിമപ്പെട്ടവർ, എല്ലാവരുടെയും രോഗങ്ങൾ നീ ഷിഫയാക്കണേ അല്ലാ. ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, മുആഫിയായ അല്ലാ, നിൻ്റെ ഷിഫയല്ലാതൊരു ഷിഫയില്ല അല്ലാ. നീ ഷിഫയാക്കണേ അല്ലാ. കാമിലായ ഷിഫ നൽകണം റഹ്മാനെ, കാമിലായ ഷിഫ നൽകണേ അല്ലാ. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ അല്ലാഹ്. 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 പടച്ചവനെ, ഈ മജ്ലിസ് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമ്മ മർഹൂമ സബൂറ ബീവി നവ്വറല്ലാഹു മർഖദ, ആ ഉമ്മയുടെ 1-ാമത്തെ ആണ്ടാണ് ഷഅബാനാർ. ആ ഉമ്മയ്ക്ക് വേണ്ടിയുള്ള മജ്ലിസാണ്. ആ ഉമ്മയുടെ മജ്ലിസിൽ ആർക്കെല്ലാമാണ് ദുആ ലഭിച്ചത്? ജീവിച്ചിരിക്കുന്നവർക്ക് ദുആ ലഭിച്ചു, ജീവിച്ചിരിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് ദുആ ലഭിച്ചു, ആമീൻ പറയുന്നവർക്ക് ദുആ ലഭിച്ചു, ആമീൻ പറയുന്നവരുടെ മുറാദുകൾ ഹാസിലാകാനുള്ള ദുആ ലഭിച്ചു. അതുപോലെ തന്നെ നമ്മളിൽ നിന്നും വിട പറഞ്ഞവർക്ക് വേണ്ടി ദുആ ലഭിച്ചു. അല്ലാഹുവേ, എന്തെല്ലാം നേട്ടങ്ങളാണ് ജീവിച്ചിരിക്കുന്ന ആമീൻ പറയുന്ന നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ ഇതിൻ്റെ എല്ലാം പ്രതിഫലം ആ ഉമ്മയുടെ ഖബറിലും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ ഉമ്മ കാരണം എത്രയെത്ര ആനുകൂല്യമാണ് നിങ്ങൾ ഓരോരുത്തർക്കും ലഭിച്ചത്. നീ ഖബൂലാക്കണേ അല്ലാ, നീ ഖബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, അവിടുത്തെ പൊന്നുമോള് ഷീജ സലീം അല്ലാഹുവേ കൂട്ടായ്മയുടെ അഡ്മിനാണ്. അല്ലാഹുവേ, ഈ കൂട്ടായ്മയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ഖിദ്മത്ത് ചെയ്യുന്ന പൊന്നുമ്മയാണ്. അല്ലാഹുവേ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നീ ദീർഘായുസ്സു നീ നൽകണേ അല്ലാ. ഒരുപാട് കാലം ഹബീബായ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ പൊന്നുമ്മയ്ക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ഖൈറും ബറക്കത്തും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഷിജാത്ത് എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നും അല്ലാഹുവേ, നീ ആഫിയത്ത് നീ നൽകണം റഹ്മാനെ. ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലെങ്കിലും മക്കൾക്ക് തുല്യം നിന്നുകൊണ്ടാണ് ഞങ്ങൾ ദ്വാരക്കുന്നത്. അല്ലാഹുവേ, നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. അല്ലാഹുവേ, സ്വന്തം മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഖിദ്മത്ത് ചെയ്യുന്നത്. ദുനിയാവിൽ ഇങ്ങനെയെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ഇത് താൽക്കാലികമാണെന്നുള്ള ചിന്തകൾ നമുക്ക് ഓരോരുത്തർക്കും വേണം. എന്തിനും അൽഹംദുലില്ലാ. ഖൈറ് വന്നാലും അൽഹംദുലില്ലാ, ഷർറ് വന്നാലും അത് ക്ഷമിച്ചല്ലോ അൽഹംദുലില്ലാ. നാളെ നമുക്ക് സ്വർഗമാണ്, ഖബറിൽ സ്വർഗമാണ്. നാളെ സ്വർഗം തന്നെയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈറ് നൽകണം റഹ്മാനെ. പടച്ചവനെ, പ്രിയപ്പെട്ട ഞങ്ങളുടെ ഷിജാത്തയുടെ ഭർത്താവിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ. രോഗങ്ങൾ നീ ഷിഫയാക്കണേ അല്ലാ. എല്ലാ രോഗങ്ങളും എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, സബൂറ ഉമ്മ എന്ന ഞങ്ങളെ പൊന്നുമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് നന്മകൾ ഈ കൂട്ടായ്മയിലൂടെ ചെയ്തതാണ്. ഒരുപാട് നന്മകൾ ഈ കൂട്ടായ്മയിലൂടെ ചെയ്തതാണ്. അല്ലാഹുവേ, ആ ഉമ്മയെ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങൾ ഓതിവെച്ച ഖത്മുൽ ഖുർആന്, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളും യാസീനും സൂറത്തുൽ മുൽക്കും ഇഖ്ലാസും ദിക്റും ഇസ്തിഗ്ഫാറുമെല്ലാം ഹബീബായ മുത്തുനബി തങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു. ഹബീബായ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കരങ്ങളാൽ ആ ഉമ്മയിലെത്തിക്കുമ്പോൾ ആ ഖബർ പ്രകാശമാകുമല്ലോ. നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആ ഉമ്മ ഈ കൂട്ടായ്മയിലൂടെ എന്തെല്ലാം നന്മകൾ വന്നോ സ്വതക്കകളായും ഹദിയകളായും ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ആ ഉമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ പരിശുദ്ധ മക്കയിലും മദീനയിലുമൊക്കെ ഖുർആൻ വഖഫ്
ചെയ്യുമായിരുന്നു. അത്രയും എന്തിനും ഏതിനും മുന്നിട്ട് നിൽക്കുന്ന ഉമ്മയാണ്. എന്നാൽ ഒരു മോൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ പൊന്നുമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഖുർആൻ വഖഫ് ചെയ്തത് നീ സ്വീകരിക്കണം റഹ്മാനെ. നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ഇതെല്ലാം ഞങ്ങൾക്ക് ആഖിറത്തിൽ വലിയൊരു മുതൽക്കൂട്ടാക്കണേ അല്ലാ, മുതൽക്കൂട്ടാക്കണം റഹ്മാനെ, മുതൽക്കൂട്ടാക്കണേ അല്ലാ. അല്ലാഹുവേ സ്വാബിറാത്ത്, അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഷീജ എന്ന പെൺകുട്ടി, അല്ലാഹുവേ അവിടുത്തെ കുടുംബത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. എത്രയോ പേരാണ് ഈ കൂട്ടായ്മയിൽ ദുആ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ, ഒരുപാട് നന്മകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവരൊക്കെ കൂടിയിരിക്കുന്നത്. അവർ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും നൽകണം റഹ്മാനെ. റാഹത്തും സന്തോഷവും നീ നൽകണേ അല്ലാ, റാഹത്തും സന്തോഷവും നീ ഏറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ. പടച്ചവനെ, ഈ കൂട്ടായ്മയിലേക്കെല്ലാം ഇവരെയെല്ലാം സ്വീകരിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും നസീഹത്തുകളും കൊടുത്ത ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരി ആമിനാൽ കാമില ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നീ നൽകണേ അല്ലാ. ദീനിന് വേണ്ടി ഒരുപാട് ഖിദ്മത്ത് ചെയ്യാൻ അവസരങ്ങൾ നീ തുറന്നു നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഇൽമിനു വേണ്ടി, ഇഷ്കിന് വേണ്ടി, മഹബ്ബത്തിന് വേണ്ടി അല്ലാഹുവേ ഒരുപാട് നന്മകൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാൻ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ അവരുടെ മക്കളിൽ നീ ബറക്കത്ത് നീ നൽകണം റഹ്മാനെ, മക്കളിൽ നീ ബറക്കത്ത് നീ നൽകണം റഹ്മാനെ. ആഫിയത്ത് നീ നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നീ നൽകണേ അല്ലാ. നാഫിയായ ഇൽമു കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട നഈമി ഉസ്താദിനും നീ ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ, ആബിദീങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ, ഉഖ്റവിയായ ആലിമീങ്ങളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അവരുടെ ഇൽമിലും അവരുടെ ദുആയിലും അവരുടെ മജ്ലിസിലും അവരുടെ ഹറക്കാത്ത് സക്കനാത്തിലും ഉൻദുർ ഹാലനാ യാ റസൂലല്ലാ. അവരുടെ സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, അവരുടെ ജോലിയിൽ നീ ബറക്കത്ത് നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ അവർ ചെയ്ത എല്ലാ നന്മകളും ഖിദ്മാത്തുകളും നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ ദീർഘകാലം ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അവർക്കും കുടുംബത്തിനും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ അഡ്മിന്മാരും ക്യാപ്റ്റന്മാർക്കുമെല്ലാം നീ ഖൈറും ബറക്കത്തും ഏറ്റി നൽകണം റഹ്മാനെ. അല്ലാഹുവേ നിങ്ങൾക്ക് നീ റമളാൻ നീ അനുകൂലമാക്കണേ അല്ലാ, ഒരുപാട് നന്മകൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധ മക്കയിലും മദീനയിലേക്കും എനിക്കൊരു ഖുർആൻ വെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്രയോ പേരാണ് റഹ്മാനെ ഖുർആൻ വഖഫ് ചെയ്യാൻ ഈ വിനീതനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം ദുആ വസിയത്തുകളെ ഏൽപ്പിച്ചത് ഹറമിൽ നിന്നാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ ആരൊക്കെയാണോ ഖുർആൻ വഖഫ് ചെയ്തിട്ടുള്ളത് അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കുകയും അവർ മരിക്കുന്ന സമയം ഈ ഖുർആൻ എല്ലാം അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നൊരവസ്ഥ നീ നൽകണം റഹ്മാനെ. നീ നൽകണേ അല്ലാ, നീ നൽകണം റഹ്മാനെ, നീ നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. أوصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.
الباب قدام الرجال دي قلت لي انا عند القبه ذيك مقام ابراهيم قدام الباب ذيك القبه ايش تبغى؟ ابراهيم الاسلام. ابراهيم تعال ورا. Bizi gibi gidiyor.